നമസ്കാരം, ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ എപ്പോഴും വിവാദങ്ങളൊരു കൂടപ്പിറപ്പായിട്ടുള്ളൊരു മന്ത്രിയാണ് അദ്ദേഹം സ്ഥാനമേറ്റ കാലം മുതൽ തന്നെ പലപ്പോഴും പല വിവാദങ്ങളും അദ്ദേഹത്തെയും പാർട്ടിയൊക്കെ തന്നെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉന്നയിച്ചിട്ട് വന്നുള്ള ചില ആരോപണങ്ങൾ അതും വലിയ രീതിയിലൊരു പൊട്ടിത്തെറിക്ക് കാരണമായി. പക്ഷേ അതിനധികം ആയുസ് ഉണ്ടായിരുന്നില്ല. വളരെ ഒരു 24 മണിക്കൂറിനുള്ളിൽ തന്നെ അതൊരു കുടുംബ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതവിടെ അവസാനിച്ചു, അല്ലെങ്കിൽ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. പക്ഷെ ഇപ്പോഴും വീണ്ടും ചില പഴയ ആരോപണങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഉയർന്നു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പാർട്ടിക്ക് ശരിക്കും മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഒരു തലവേദനയായി മാറുകയാണോ? ശത്രുവിന് പോലും ഇങ്ങനെയൊന്നും സംഭവിക്കരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഗണേഷ് കുമാർ ഇപ്പോൾ ചെന്ന് പെട്ടിരിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയുണ്ട്. ഇതൊരു വല്ലാത്ത വെട്ടിലാണ് ഗണേഷ് കുമാർ വീണിരിക്കുന്നത്. ഒരു വശത്ത് മറ്റ് സ്ത്രീകളുമായി ബന്ധപ്പെടുത്തിയുള്ള അവിഹിത ആരോപണം, മറുവശത്ത് അദ്ദേഹത്തിൻ്റെ 2 ഭാര്യമാർ, ആദ്യം യാമിനി തങ്കച്ചി, ഇപ്പോൾ ബിന്ദു മേനോൻ, രണ്ടുപേരും അയാൾക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ. മറുവശത്ത് വീട്ടിൽ നിന്ന് മാത്രമല്ല, നമുക്കറിയാം ശ്രീവിദ്യയുടെ കുടുംബാംഗങ്ങൾ ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ട് വീണ്ടും അവർ പരാതി നൽകിയിരിക്കുന്നു. ശ്രീവിദ്യയുടെ സ്വത്ത് ഗണേഷ് കുമാർ തട്ടിച്ചു, ഒരു വ്യാജ ബിൽപത്രം തയ്യാറാക്കി എന്ന ആരോപണമാണ് അവർ ഉയർത്തുന്നത്. തമിഴ് ചാനലുകളിൽ അവർ നൽകിയ ഒരു അഭിമുഖം, അവർ നിരവധി അഭിമുഖങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊരു അഭിമുഖത്തിൽ അവർ പറയുന്നത് ശ്രീവിദ്യ അവസാന കാലത്ത് ചില മരുന്നുകൾ കുത്തിവെച്ച് മയക്കി കിടത്തി വല്ലാത്ത തലത്തിലെത്തിച്ചിട്ടാണ് ആ വിൽപത്രത്തിൽ ഒപ്പിടിപ്പിച്ചത് എന്നാണ്. പിന്നീട് കമുകുഞ്ചേരി, ഈ പത്തനാപുരത്ത് കമുകുഞ്ചേരിയിൽ ഒരാളുടെ സഞ്ചയനവുമായി ബന്ധപ്പെട്ട കുറിപ്പിൽ ഗണേഷ് കുമാറിൻ്റെ ഒരു പേര്, അതൊക്കെ അങ്ങനെ നിരവധി സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഗണേഷ് കുമാറിൻ്റെ ഒരു അവസ്ഥയൊന്നും ആലോചിച്ച്, ഗണേഷ് കുമാറിൻ്റെ ആദ്യ ഭാര്യ യാമിനി തങ്കച്ചി, അവർ ഒരു MBBS ബിരുദധാരിയായിരുന്നു. ഒരു നല്ല കുടുംബത്തിൽ നിന്ന് ഗണേഷ് കുമാറിൻ്റെ ജീവിതത്തിലേക്ക് അന്ന് ബാലകൃഷ്ണ പിള്ളയാണ് നിർദ്ദേശം മുന്നോട്ട് വെച്ച് വിവാഹമൊക്കെ നടത്തി. 20 വർഷം ആ ദാമ്പത്യം നീണ്ടു നിന്നു. പക്ഷെ അതിനിടയിൽ ഒട്ടനവധി അസ്വസ്ഥതകളുണ്ടായിരുന്നു എന്ന് പുറം ലോകം മനസ്സിലാക്കുന്നത് 2013-ലാണ്. ഒരു സുപ്രഭാതത്തിൽ ഗണേഷ് കുമാറിൻ്റെ തകർന്ന മുഖം കേരളത്തിലെ ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുന്നു. അടിച്ച് പരത്തി രക്തമൊക്കെ പൊട്ടി നിൽക്കുന്ന ഒരു മുഖം. ഗണേഷ് കുമാറിന് നന്നായി അഭിനയിക്കാൻ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് യാമിനി പുറമേക്ക് വരുന്നു. അതുവരെ വീടിൻ്റെ അകത്തളങ്ങളിൽ ഒരു വീട്ടമ്മയായി സ്വച്ഛമായി കഴിഞ്ഞിരുന്ന ഒരു നാട്ടിൻപുറത്തുകാരി സ്ത്രീ, അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ടെന്ന് ഏഷ്യാനെറ്റിന് മുന്നിൽ പറഞ്ഞു, എൻ്റെ ഭർത്താവായിരുന്ന ഗണേഷ് കുമാറിന് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ട്, ഞാൻ എങ്ങനെ സഹിക്കും? ഞാൻ ഇത്രയേറെ വർഷം എല്ലാം ഉള്ളിലൊതുക്കി വിങ്ങുകയായിരുന്നു. എല്ലാം എനിക്കറിയാം. എൻ്റെ കൺമുന്നിലാണ് പല ക്രൂരതകൾ നടന്നത്. ഒടുവിൽ എനിക്ക് എൻ്റെ നിയന്ത്രണത്തിനപ്പുറത്തായി എൻ്റെ കൺമുന്നിൽ ഇത്തരം മ്ലേച്ഛമായ സംഭവങ്ങൾ നടന്നപ്പോൾ ഞാനത് ചോദ്യം ചെയ്ത് എന്നെ അതിക്രൂരമായി മർദ്ദിച്ചു. ഈ വസ്തുതകളൊക്കെ അവർ പിന്നീട് ലോകത്തോട് വെളിപ്പെടുത്തി. യാമിനി തങ്കച്ചി അന്ന് അത് വെച്ച് ഒരു ബ്ലാക്ക് മെയിലിങ്ങിന് ശ്രമിച്ചില്ല. നേരെ ഒരു പരാതി എഴുതി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവർ നേരെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ അടുക്കലേക്ക് ചെന്നു. ഇക്കാര്യം അവരുടെ സഹോദരി ഉഷ മോഹൻദാസ് വളരെ വ്യക്തതയോടെ ഞാനുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ അടുക്കൽ ചെന്നിട്ട് യാമിനി പറഞ്ഞു, എൻ്റെ ഭർത്താവിൽ നിന്ന് ഞാൻ ക്രൂരത നേരിട്ടു, അങ്ങ് ഇതിൽ നടപടിയെടുക്കണം. ഉമ്മൻചാണ്ടി അത് അനുനയത്തിൽ ഒഴിവാക്കാനാണ് ശ്രമിച്ചത്. അവരെ ഉപദേശിച്ചു, കുടുംബമാകുമ്പോൾ ചില ഇത് പൊട്ടിത്തെറിയല്ല. കഴിഞ്ഞ 20 വർഷം താൻ അനുഭവിച്ച ആ നരകയാതന ഉമ്മൻചാണ്ടിയുടെ മുന്നിൽ അവരങ്ങ് തുറന്നു പറഞ്ഞു. അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നമുക്കറിയാം, മറ്റൊരു സ്ത്രീയുടെ ഭർത്താവ് ഉമ്മൻചാണ്ടിയെ രഹസ്യമായി സന്ദർശിച്ച് തൻ്റെ ഭാര്യയും ഗണേഷ് കുമാറും തമ്മിൽ പുലർത്തുന്ന ഒരു ബന്ധത്തെക്കുറിച്ച് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. അതും ഉമ്മൻചാണ്ടി മരിക്കുന്നത് വരെ പുറം ലോകത്തോട് ഒരക്ഷരം സംസാരിച്ചതേയില്ല. അന്ന് പിന്നീട് ഇതേക്കുറിച്ച് ചില ആളുകളൊക്കെ ചില വെളിപ്പെടുത്തലുകൾ നടത്തി. ഉമ്മൻചാണ്ടി സത്യം കേരളത്തോട് തുറന്നു പറയണമെന്ന് പറഞ്ഞു. പക്ഷെ മരിക്കുന്നതുവരെ ഉമ്മൻചാണ്ടി ആ സത്യം എൻ്റെ മരണത്തോടെ അസ്തമിക്കുമെന്നാണ് പറഞ്ഞത്. ഉമ്മൻചാണ്ടി ഒരിക്കൽ പോലും അത് പുറത്തേക്ക് പറഞ്ഞില്ല. പക്ഷേ യാമിനി തങ്കച്ചി ഉമ്മൻചാണ്ടിയെ സമീപിക്കുന്നു. ഉമ്മൻചാണ്ടിയെ കേസ് എടുക്കാതെ വരുന്നു. വളരെ വിശദമായി ഈ സത്യം ഞാൻ മനസ്സിലാക്കുന്നത് ഉഷ മോഹൻദാസിലൂടെയാണ്. അവരഭിമുഖത്തിൽ എന്നോട് തുറന്നു പറഞ്ഞു. ഉമ്മൻചാണ്ടിയെ കണ്ട് യാമിനി പൊട്ടിക്കരഞ്ഞ് പരാതി പറഞ്ഞു. പക്ഷെ ഉമ്മൻചാണ്ടി അന്ന് നിസ്സഹായതയോടെ അതൊക്കെ കേട്ട് ഏതെങ്കിലും തലത്തിൽ ഗണേഷിനെ ഒന്ന് അനുനയിപ്പിക്കാനാണ് ശ്രമിച്ചത്.
അവർ പുറത്തേക്ക് വന്ന് തൊട്ടടുത്ത ദിവസം വീണ്ടും ഉമ്മൻചാണ്ടിയെ വിളിച്ചു 2 ദിവസത്തിന് ശേഷം. അങ്ങിതിൽ എടുക്കില്ല എന്നെനിക്കറിയാം. ഞാൻ DGPയെ കണ്ട് പരാതി കൊടുക്കാൻ പോവുകയാണ്. DGP ഇതിൽ നടപടിയെടുത്തില്ലെങ്കിൽ ഞാൻ കോടതിയെ സമീപിക്കും എന്ന് പറഞ്ഞു. ഇതിൻ്റെ അപകടം ഉമ്മൻചാണ്ടിക്ക് മനസ്സിലായി. എന്ന് ഗണേഷ് കുമാർ മന്ത്രിസഭയിലെ ഒരു അംഗമാണ്. നിലവിലെ മന്ത്രിസഭയിലെ ഒരു അംഗത്തിനെതിരെ ഒരു DGPക്ക് ആ മന്ത്രിയുടെ ഭാര്യ ഈ കഥകളൊക്കെ വിവരിച്ചൊരു പരാതി കൊടുത്താൽ അതിൻ്റെ ഒരു വല്ലാത്ത ആഘാതം ആ മന്ത്രിസഭയെ വന്നുലയ്ക്കും. ഇത് മനസ്സിലാക്കി ഉമ്മൻചാണ്ടി പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെട്ടു. ബാലകൃഷ്ണപിള്ളയോട് കാര്യം പറഞ്ഞു. ബാലകൃഷ്ണപിള്ള ഈ വിഷയത്തിൽ ഇടപെട്ടു. അവർ ഗണേഷിനെ വിളിപ്പിച്ചു വരുത്തി. ഗണേഷിനോട് ഉമ്മൻചാണ്ടി പറഞ്ഞു, ഇത് പരിഹരിക്കണം. ബാലകൃഷ്ണപിള്ള തൻ്റെ മകനെ രക്ഷിക്കാൻ ഉള്ള ശ്രമവും അവിടെ നടത്തിയത്. അന്ന് യാമിനി തങ്കച്ചിയെ വിളിപ്പിച്ചു വരുത്തി ബാലകൃഷ്ണപിള്ള പറഞ്ഞു, മോളെ, നിന്നെ ഒരു അച്ഛൻ എന്നതുപോലെ ഞാൻ സംരക്ഷിക്കും. ഇതെന്നോട് ഉഷാ മോഹൻദാസ് വളരെ സത്യസന്ധമായി തുറന്നു പറഞ്ഞ കാര്യമാണ്. മോളെ, നിന്നെ ഞാൻ ഒരു അച്ഛൻ എന്നതുപോലെ സംരക്ഷിക്കും. നിന്നെ വെറും കൈയോടെ ഞാൻ ഇറക്കി വിടില്ല. അവനിൽ പിറന്ന മക്കളുണ്ട് നിനക്കൊപ്പം. അതെൻ്റെ ചോരയാണ്. നിനക്ക് എന്താണ് ആവശ്യം അത് ഞാൻ തരും. അവനൊപ്പം നീ ഇനി ജീവിക്കേണ്ട എന്നാണ് ബാലകൃഷ്ണപിള്ള യാമിനി തങ്കച്ചിയോട് പറഞ്ഞത്. ഞാൻ നിൻ്റെ പരാതി പൂർണ്ണമായും ശരിയാണെന്ന് എനിക്കറിയാം. നീ അവനൊപ്പം ജീവിക്കേണ്ട. ഞാൻ നിനക്ക് വേണ്ടതൊക്കെ തരാം എന്ന് പറഞ്ഞ് ഗണേഷിനോട് പറഞ്ഞു, വഴുതക്കാട് നിനക്ക് ഞാൻ മേടിച്ചു തന്നൊരു വീടുണ്ടല്ലോ, അത് അവളുടെ പേരിൽ എഴുതി വയ്ക്കാൻ. പിന്നെ മക്കളുടെ പേരിൽ കുറച്ച് സ്വത്തുക്കൾ അന്ന് തന്നെ ബാലകൃഷ്ണപിള്ള എഴുതി വെച്ചു. പണം കൊടുക്കാൻ പറഞ്ഞു ഗണേഷിനോട്. അപ്പോൾ ഇത്തരമൊരു തീരുമാനം ബാലകൃഷ്ണപിള്ളയെ കൊണ്ട് എടുപ്പിച്ചതിന് പിന്നിൽ ഉമ്മൻചാണ്ടിയുടെ കൂർമ്മ ബുദ്ധിയാണ് എന്ന് അന്ന് ഗണേശൻ തെറ്റിദ്ധരിച്ചു. അന്ന് ഗണേശൻ പുറത്തിറങ്ങി ഈ ഉമ്മൻചാണ്ടിയെ ഞാൻ പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടിയെ പാഠം പഠിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചൊരു ഗണേശൻ. പക്ഷെ പിന്നീട് മന്ത്രിസ്ഥാനത്ത് ഗണേശനെ നിലനിർത്തുക അസാധ്യമായി ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച്. കാരണം അത്രയും ചീഞ്ഞളിഞ്ഞ കഥകളാണ് പുറത്തേക്ക് വമിക്കാൻ തുടങ്ങിയത്. ഒടുവിൽ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ഇതോടെ പക കത്തിയാളി ഗണേശനിൽ. ഗണേശൻ വലിയ പകയുള്ളൊരു കഥാപാത്രമാണ്. അത് നമ്മൾ പലപ്പോഴും കണ്ടു. യാമിനിക്ക് പണം കൊടുത്തതിലായിരുന്നു പക. ഈ യാമിനിക്ക് പണം കൊടുക്കുമ്പോൾ ഗണേശൻ ഭയപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതും ഉഷ മോഹൻദാസ് തന്നെ വ്യക്തമാക്കിയത്. യാമിനിക്ക് പണമൊക്കെ കൊടുക്കുമ്പോൾ യാമിനി വിവാഹമോചനത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിലെത്തുമ്പോൾ ഗണേശനെതിരെ കേസ് കൊടുക്കുമോ, അന്ന് ഗണേശൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ ആവശ്യപ്പെടുമോ എന്ന് ഭയം. അന്ന് യാമിനി പറഞ്ഞു, എനിക്ക് സ്വത്തൊന്നും വേണ്ട, എൻ്റെ മക്കളെ എനിക്ക് സംരക്ഷിക്കണം, അവരെ വളർത്തണം, അത് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ എന്നാണ് യാമിനി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ഈ ഭയം ഗണേശന് ഒരു വലിയ അബദ്ധത്തിൽ കൊണ്ടുചെന്ന് എത്തിച്ചു. അതെന്താണ് എന്ന് വെച്ചാൽ, ഈ ബിന്ദു മേനോന് അന്ന് തൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ പലതും അന്ന് ഗണേശനെ എഴുതി വെച്ചു എന്നാണ് കുടുംബത്തിലുള്ള ചിലർ എന്നോട് പറഞ്ഞത്. ഇതോടെ ബിന്ദു പൂർണ്ണമായും ഗണേശന് മേലൊരു മേധാവിത്വം സ്ഥാപിച്ചു. യാമിനിയെ ഭയപ്പെട്ട ഗണേശൻ ബിന്ദുവിൻ്റെ വീട്ടിൽ ചെന്ന് വീണു. 2014 ബിന്ദുവിനെ തറവാട്ട് വീട്ടിൽ വെച്ച് വിവാഹം കഴിക്കുന്നു. പിന്നീട് നമുക്കറിയാം അച്ഛൻ ബാലകൃഷ്ണപിള്ളയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ. ബാലകൃഷ്ണപിള്ള ബിന്ദു മേനോന് അധികം സ്നേഹമൊന്നും പ്രകടിപ്പിച്ചില്ല. ബാലകൃഷ്ണപിള്ളയ്ക്ക് അന്നും എന്നും യാമിനിയായിരുന്ന കാര്യം മരുമകളായിട്ട്. പിന്നീട് ബാലകൃഷ്ണപിള്ള ഒരു തടങ്കലിൽ, ഒരു വീട്ടു തടങ്കലിൽ എന്ന പോലെയാണ് ഗണേശൻ പാർപ്പിച്ചിരുന്നത്. ഇതാ നാട്ടിലെ എല്ലാവർക്കും അറിയാം. ഇതൊക്കെ ഉഷ മോഹൻദാസാണ് അവരുടെ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. അന്ന് മനോജ് എന്ന് പറയുന്ന ഒരു സ്റ്റാഫ് ഗണേശൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ബാലകൃഷ്ണപിള്ള വിറയ്ക്കുമായിരുന്നു എന്ന് പറഞ്ഞു, ഭയപ്പെട്ട്. അത്ര പേടിയായിരുന്നു. കാരണം നിസ്സഹായനായി, ശാരീരിക ദുർബലതയിൽ അവസാന നാളുകളിൽ കഴിയുന്ന ബാലകൃഷ്ണപിള്ളയുടെ ഒരു വിൽപ്പത്രം അത് തികച്ചും വ്യാജമായിരുന്നു എന്നാണ് ആ സഹോദരി പറഞ്ഞത്. അന്ന് ബാലകൃഷ്ണപിള്ളയ്ക്ക് പാർക്കിൻസൺസ് വന്നിരിക്കുകയാണ്. അപ്പോൾ വിൽപ്പത്രം തയ്യാറാക്കിയിട്ട് അതിൽ ബലമായിട്ട് ഒപ്പിടിപ്പിച്ചു. ഉഷ മോഹൻദാസിന് 1 സെൻറ്റ് ഭൂമി കൊടുത്തില്ല. ഒരു സഹോദരിക്ക് ഇത്രയേറെ കീഴൂട്ട് രാമൻപിള്ള സമ്പാദിച്ച കോടികളുടെ സ്വത്ത് ഇതെല്ലാം തന്നിലേക്ക് ഒരു വ്യാജ വിൽപ്പത്രത്തിലൂടെ സംഘടിപ്പിച്ചെടുക്കാൻ ഗണേശന് കഴിഞ്ഞു എന്ന കുടുംബത്തിലുള്ളവർ പറയുമ്പോൾ നമുക്ക് അവിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല. ഇവിടെയാണ് നമ്മൾ ശ്രീവിദ്യയുടെ സഹോദര ഭാര്യ മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ ആ പരാതിയുടെ വ്യാപ്തി മനസ്സിലാക്കേണ്ടത്. ശ്രീവിദ്യയെ മയക്കുമരുന്ന് അല്ലെങ്കിൽ അതുപോലെയുള്ള മരുന്നുകൾ നൽകി മയക്കിക്കിടത്തി ഒരു വിൽപ്പത്രത്തിൽ ഒപ്പിടിയിപ്പിച്ച് വാങ്ങിയതാണെന്നാണ് അവർ ആരോപിക്കുന്നത്. അതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് അവർ പറയുന്നത്. ശ്രീവിദ്യയുടെ സ്വത്തുക്കൾ ഇപ്പോഴും ഗണേശൻ്റെ ഒരു അധീനതയിലാണ്. മറ്റ് നിരവധി വിൽപ്പത്രങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇതൊക്കെ കൂടി നോക്കുമ്പോൾ നമുക്ക് ചില കൃത്രിമത്വങ്ങൾ, പണത്തോടുള്ള ഒരു ആർത്തി, ഇതൊക്കെ ഈ ഗണേശൻ എന്ന കഥാപാത്രത്തിൽ കാണാൻ കഴിയും. ഇവിടെയാണ് ഇന്നത്തെ മനോരമയുടെ ഈ വിശദമായ 1-ാം പേജ് റിപ്പോർട്ടിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്.
നടപടിക്രമങ്ങൾ പാലിക്കാതെ മന്ത്രിപത്നിക്ക് സർക്കാർ കരാർ, വീട്ടിലേക്ക് വഴിവിട്ട്. കേരപ്പെട്ട് മിൽമ ഉൽപ്പന്നങ്ങളുടെ വിദേശ വ്യാപാര കരാർ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഭാര്യ ബിന്ദു മേനോൻ. ഇതാണ് ഇന്നത്തെ മനോരമ പത്രത്തിൻ്റെ 1-ാം പേജ്. വളരെ വിശദമായ ഒരു റിപ്പോർട്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കവേ കേരളത്തിലെ മറ്റു മാധ്യമങ്ങളൊന്നും ഇതുവരെ ഈ സർക്കാരിലെ മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടില്ല. അഴിമതി ആരോപണം ഒന്നും അന്തരീക്ഷത്തിലില്ല. ഇത്തരമൊരു ഘട്ടത്തിലാണ് മന്ത്രിപത്നി വലിയ അഴിമതി നടത്തി എന്ന വാർത്ത ഇപ്പോൾ മനോരമയുടെ റിപ്പോർട്ടായി വന്നിരിക്കുന്നത്. നമ്മളിവിടെ കാണേണ്ട ചില വസ്തുതകളുണ്ട്. ഈ വാർത്ത ഒരു ദിവസം മുൻപ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്തിയിരുന്നു. KM ഷാജഹാനെ പോലെയുള്ളവർ ഇതേക്കുറിച്ച് വിശദമായി പറഞ്ഞു. ഈ ഇടപാടിന് പിന്നിൽ എന്താണ് സംഭവിച്ചത്? ഒരു കാര്യം വ്യക്തമാണ്. മിഡ് നൈറ്റ് സൺ ഗ്ലോബൽ, അർദ്ധരാത്രിയിലെ സൂര്യനാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇപ്പോഴുണ്ടാക്കിയത്. പക്ഷേ ആ പേരായി പോയി ബിന്ദു മേനോൻ്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക്. അതിൻ്റെ CEO ബിന്ദു മേനോൻ തന്നെയാണ്. കുടപ്പനക്കുന്നിലെ ഗണേശൻ്റെ വീടാണ് ഇതിൻ്റെ ആസ്ഥാന ഓഫീസായിട്ട് കാണിച്ചിരിക്കുന്നത് ഈ കമ്പനിയുടെ. ദുബായിലൊക്കെ വലിയ ഹോൾഡുണ്ട്. ബിന്ദു മേനോൻ അത്ര നിസ്സാരക്കാരിയല്ല. നമ്മൾ നേരത്തെ യാമിനിയുടെ ഒരു കാര്യം പറഞ്ഞു, അവരുടെ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു. അവരൊരു തികച്ചും വീട്ടമ്മയായിരുന്നു. MBBS ഒക്കെ പഠിച്ചു എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഒരു സാധാരണക്കാരിയായിരുന്നു. പക്ഷേ ബിന്ദു മേനോനെ സംബന്ധിച്ച് കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിൻ്റെ UAE ഹെഡായിരുന്നു. ദുബായ് ആസ്ഥാനമായി അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. വ്യവസായ ലോകത്ത് അവർക്ക് വലിയ സൗഹൃദങ്ങളുണ്ട്. ഗണേഷ് കുമാർ ആരാണ്, എന്താണ്, അദ്ദേഹത്തിൻ്റെ ഇടപാടുകൾ എന്താണ്, ബന്ധങ്ങൾ എന്താണ് എന്നൊക്കെ കൃത്യതയോടെ മനസ്സിലാക്കി അതുമായി അഡ്ജസ്റ്റ് ചെയ്ത് ഗണേഷിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നയാളാണ്. അതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ഗണേഷിൻ്റെ കിടപ്പുമുറിയിൽ മറ്റൊരു സ്ത്രീയെ പെട്ടെന്ന് കണ്ടു എന്നതിൻ്റെ പേരിൽ അവരെങ്ങനെ പൊട്ടിത്തെറിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെയാണ് നമ്മൾ ഈ പുതിയ വെളിപ്പെടുത്തലുകളും റിപ്പോർട്ടുകളുമൊക്കെ നമുക്ക് വിശ്വസനീയമായി തോന്നുന്നത്. ഈ റിപ്പോർട്ടുകൾ പറയുന്നത് ഗണേശൻ 2.5 വർഷം മുമ്പാണ് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായി ഈ മന്ത്രിസഭയിൽ വീണ്ടും അധികാരത്തിലേൽക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയുടെ കുടുംബവും ഗണേഷിൻ്റെ കുടുംബവും ഒക്കെ ചേർന്നൊരു സിംഗപ്പൂർ യാത്ര നടത്തിയത് നമുക്ക് ഓർമ്മയുണ്ട്. ഈ യാത്ര ക്രമീകരിച്ചിരുന്നത് ഒരു ബസ് നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളാണ് എന്നാണ് ചിലർ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഈ യാത്ര ക്രമീകരിച്ചതിൽ മാത്രമല്ല, ഈ സാധാരണ എല്ലാ മാസവും ഈ മന്ത്രിമാരും അവരുടെ കുടുംബാംഗങ്ങളുമൊക്കെ ഒത്തുകൂടുന്ന ഒരു സൽക്കാരവേളയുണ്ട്. അത് അവർ തമ്മിലുള്ള ഒരു ഊഷ്മളത നിലനിർത്താൻ നടത്തുന്നൊരു പതിവ് സൽക്കാരമാണ്. അപ്പോൾ ആ സൽക്കാരത്തിൽ മന്ത്രിമാരൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ മറുവശത്ത് ഈ മന്ത്രിപത്നിമാർ വെടിവെട്ടവുമായി കൂടും. അതിൻ്റെ ഒരു ലീഡർഷിപ്പിൽ നിൽക്കുന്നത് എപ്പോഴും വീണ വിജയനാണ്. കാരണം ഒരു വശത്ത് സ്വന്തം അച്ഛൻ മുഖ്യമന്ത്രി, ഭർത്താവ് മന്ത്രി, അപ്പോൾ വലിയ സ്വാധീനം ഉണ്ടാകും. ഈ വീണ വിജയനുമായി ഈ വേളകളിൽ ബിന്ദു മേനോൻ വളരെ അടുപ്പം സൃഷ്ടിച്ചു. കാരണം 2 പേർക്കും വ്യാവസായിക താല്പര്യമുണ്ട്. അതിൽ നമുക്ക് വീണയെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം വീണ സ്വന്തമായി ബിസിനസ്സൊക്കെ ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. ഒരുപാട് വിവാദങ്ങളുണ്ടായത്, അതിൽ നിന്നെല്ലാം പിൻവാങ്ങി ഒരു മന്ത്രിപത്നിയായി വീട്ടിൽ കൂടുകയാണ്. ബിന്ദു മേനോൻ ഗണേഷിൻ്റെ ജീവിതത്തിലേക്ക് വന്ന അന്ന് മുതൽ അവർക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്. അവർ ഒരു ഗ്ലോബൽ സൊസൈറ്റിയുടെ ഭാഗമായി ജീവിച്ചയാളാണ്. ഗണേശൻ്റെ ജീവിതത്തിൽ വന്നു എന്ന് കരുതി അവരുടെ സ്വപ്നങ്ങൾ അങ്ങനെ ഒതുങ്ങിപ്പോകത്തില്ല. അപ്പോൾ വിശാലമായൊരു വ്യവസായ ലോകം സൃഷ്ടിക്കാൻ അവർ ഇതൊരു അവസരമാക്കി. അങ്ങനെയാണ് കേരപ്പെട്ട്, മിൽമ തുടങ്ങിയ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ അവർ വെറുതെ ഒരു വെള്ള പേപ്പറിൽ ഒരു അപേക്ഷ കൊടുത്ത് നേരെ സ്വന്തം പേരിലാക്കി വിദേശങ്ങളിൽ വിപണന അവകാശം നേടിയെടുത്തത്. അത് മാർക്കറ്റ് വിലയേക്കാൾ ഇവിടെ മൊത്ത വിതരണക്കാർക്ക് കൊടുക്കുന്ന വിലയേക്കാൾ 15% താഴ്ത്തി. അപ്പോൾ ഇത് വലിയൊരു തുടക്കമായി അവരെ സംബന്ധിച്ച്. ഇതിൻ്റെ തുടർച്ചയായിരുന്നു ഈ ബസ് ഇടപാടുകൾ എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്തായാലും കോടികൾ മറയുന്ന കച്ചവടം ഇവിടെ അങ്ങ് പൂട്ടിപ്പൊടിച്ചു മന്ത്രിപത്നി എന്നുള്ള നിലയിൽ. അപ്പോൾ ഗണേശൻ മറുവശത്ത് സ്വന്തം ഇമേജൊക്കെ കെട്ടിപ്പടുക്കുന്നതിൽ വ്യാപൃതനായിരുന്നു. ഈ ഭാര്യയുടെ ഈ ബിസിനസ് ഇടപാടുകൾ പലപ്പോഴും ഗണേശന് അസ്വസ്ഥതയും ഉണ്ടാക്കി എന്ന റിപ്പോർട്ടുകളുണ്ട്. കാരണം ഒരു വശത്ത് ഈ ഇമേജ് ബിൽഡിംഗ് പ്രോഗ്രാം നടക്കുമ്പോൾ മറുവശത്ത് ഭാര്യ കമ്മീഷന് വേണ്ടിയിട്ട് കടിപിടി കൂടുന്നു എന്നുള്ള തലത്തിലാണല്ലോ നമ്മൾ ഈ വാർത്തകൾ ഇപ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത്. 2019 മുതൽ ഇരുവർക്കുമിടയിൽ വലിയ പ്രശ്നങ്ങളായിരുന്നു. പലപ്പോഴും ബിന്ദു മേനോൻ പാലക്കാട്ടെത്തി താമസിക്കും, ഗണേഷ് കുമാർ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കും. അതിൻ്റെ ഇടയ്ക്ക് 5000 പ്രണയങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് ഗണേഷ് കുമാറിനെ സംബന്ധിച്ചുണ്ട്. കാരണം ഇതൊക്കെ അതിൻ്റെ ഒരു ക്യൂവിങ്, അതിൻ്റെയൊക്കെ ഒരു ഇടപെടലുകൾ, അതിലൊന്നും ഒരു ജെർക്ക് ഉണ്ടാവാൻ പാടില്ല. വളരെ ഒരു ഭംഗിയായി ഇതൊക്കെ കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് വലിയ സ്ട്രെയിൻ ഉണ്ട്. ഒന്ന് ഭരണത്തിൻ്റെ ഒരു സ്ട്രെയിൻ, മറുവശത്ത് ഈ കാമുകിമാരെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സ്ട്രെയിൻ.
അതിനേക്കാളൊക്കെ ഉപരി ഒരു ടോക്സിക് റിലേഷൻഷിപ്പായി മാറിയ ഭാര്യ ഭർത്തൃബന്ധം. അപ്പോൾ ഈ ഭാര്യയെ സംബന്ധിച്ച് ഗണേശൻ്റെ ചെയ്തികളോ ഗണേശൻ്റെ ഇടപാടുകളോ ഒന്നും ആയിരുന്നില്ല മുഖ്യം. കാരണം അങ്ങനെയാണെങ്കിൽ ഈ ഒറ്റ സുപ്രഭാതത്തിൽ ഇത്ര വലിയൊരു ആരോപണം ഉയർത്തി മണിക്കൂറുകൾ കൊണ്ട് അതൊക്കെ പിൻവലിച്ച് ഭർത്താവിൻ്റെ എല്ലാ ചെയ്തികളെയും ന്യായീകരിക്കത്തില്ല. അപ്പോൾ അത് നമുക്ക് ഒരു ഇത്തിരിയെങ്കിലും കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. പക്ഷേ ഇതിനിടയിലുണ്ടായ ബിസിനസ് ഡിസ്പ്യൂട്ടുകൾ, ഈ ഗണേശൻ്റെ ബിസിനസ് ഇടപാടുകളിലൊക്കെ ഒരു മുഖ്യ കഥാപാത്രം നമ്മുടെ ദേവി ഫാർമയുടെ ഓണർ ബാലഗോപാൽ. ബാലഗോപാൽ വലിയ പണക്കാരനാണ് തിരുവനന്തപുരത്ത്. ഈ ബാലഗോപാലിനെ അങ്ങനെ പാർട്ടിയുടെ ട്രഷററാക്കി തൻ്റെ ഇടപാടുകൾക്കൊക്കെ ഗണേഷ് വളരെ കൗശലപൂർവ്വം ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഈ ബാലഗോപാൽ തന്നെ ബിന്ദു മേനോൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നു, സംസാരിക്കുന്നു, മാറ്റർ സെറ്റിൽ ചെയ്യുന്നു. ഇതിനിടയിൽ ഗണേശൻ്റെ പുതിയ ആരോപണവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സെറ്റിൽമെൻറ്റ് പിന്നാമ്പുറങ്ങളിൽ ചില കഥകൾ കൂടി നമ്മൾ കേൾക്കുന്നുണ്ട്. അത് ഈ കോടികളുടെ ഇടപാടുകളുടെ ഒരു കഥയാണ്, തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ടത്. എന്തായാലും ഇതൊക്കെ പണവുമായും കച്ചവടവുമായും അഴിമതിയുമായും വളരെ കൃത്യതയോടെ ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു സംഭവങ്ങളാണ്. ഇവിടെ എന്താ അതിൻ്റെ അടിസ്ഥാന പ്രശ്നമെന്ന് വെച്ചാൽ, അന്ന് പിണറായി വിജയൻ്റെ സ്ഥാനത്ത് ഉമ്മൻചാണ്ടിയായിരുന്നു 2013. അന്ന് ഉമ്മൻചാണ്ടിയെ വളരെ വ്യക്തമായി ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കാൻ, ബ്ലാക്ക് മെയിൽ ചെയ്ത് ഒതുക്കാൻ ഗണേശൻ ശ്രമിച്ചു. സമാനമായൊരു തലത്തിൽ ഇന്ന് പിണറായി വിജയനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഗണേശൻ ശ്രമിച്ചാൽ ഇലക്ഷന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. CPM അട്ടമടലം വീട്ടിലാകും. പത്തനാപുരത്ത് ഗണേശനെതിരെ വലിയ ഒരു പ്രതിഷേധമുണ്ട് CPM പാർട്ടിയിൽ. പത്തനാപുരം താലൂക്ക് യൂണിയൻ ഏകദേശം വലിയ ഭൂരിപക്ഷവും ഗണേശനെതിരാണ്. കാരണം ഒരു പത്മ കഫേ എന്ന ഒരു നിർമ്മാണത്തിൽ 4 കോടി രൂപയുടെ നിർമ്മാണമാണ്, അതിൽ അഴിമതിയുണ്ട് എന്നാണ് NSSൻ്റെ ഭാരവാഹികൾ വരെ പറയുന്നത്. അപ്പോൾ ഏകദേശം 300 ബസ്സുകളുടെ ഇടപാടിൽ അഴിമതിയില്ലാതിരിക്കുമോ? അപ്പോൾ സ്വന്തം അഭിനയം കൊണ്ട്, കഴിവ് കൊണ്ട് ഇതിനെയൊക്കെ തച്ചുടയ്ക്കാം, ഇതൊക്കെ മൂടി വയ്ക്കാം എന്ന് ഗണേശൻ വ്യാമോഹിക്കുന്നത് വെറുതെയാണ് എന്നതിൻ്റെ അവസാന പൊട്ടിത്തെറി നമ്മൾ ഭാര്യ ബിന്ദു മേനോനിലൂടെ കാണുന്നത്. ഇപ്പോൾ പുറമേക്ക് കേൾക്കുന്നത് ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് ശേഷം ഗണേഷ് കുമാറുമായിട്ടൊക്കെ ഫ്യൂച്ചറിൽ വളരെ ഒരുമിച്ചൊന്നും പോകാൻ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പോൾ ഈ പ്രശ്നം അങ്ങ് ഇലക്ഷൻ വരെ ഒരു സെറ്റിൽമെൻറ്റ്, കാരണം അത് സർക്കാരിനെ ബാധിക്കും. സർക്കാർ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ വലിയ ഇടപെടലുകൾ നടത്തിയത് കൊണ്ടാണ് ഇപ്പോൾ ബിന്ദു ഇത്തരമൊരു സെറ്റിൽമെൻറ്റ് തന്നെ വഴങ്ങിയത്. ആ സെറ്റിൽമെൻറ്റിനെ തുടർന്ന് ഇപ്പോൾ ഒരു താൽക്കാലിക വെടിനിർത്തൽ ഇവർക്കിടയിലുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു അവിഹിതത്തിൻ്റെ മാത്രം കഥയല്ല, ഇതൊരു ഭാര്യാഭർത്തൃ ബന്ധത്തിലെ പ്രശ്നത്തിൻ്റെ മാത്രം സ്ഥിതിയല്ല. സർക്കാരിനെ ചൂഴ്ന്ന് നിൽക്കുന്ന അഴിമതി, നമ്മുടെ ഖജനാവിലെ പണം ഉപയോഗിച്ചുള്ള അനവധി കേളികളുടെ ഒരു കഥയാണ്. ഒരു അവിഹിതം ഭാര്യ ആരോപിക്കുമ്പോൾ അതൊരു സ്വകാര്യതയാണ് ഒരു വ്യക്തിയുടെ. ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കുമുണ്ട്. അതിൽ ഭാര്യയ്ക്ക് പോലും ഇടപെടാൻ കഴിയില്ല. പ്രായപൂർത്തിയായ ഒരു ഭർത്താവും മറ്റൊരു പ്രായപൂർത്തിയായ സ്ത്രീയും ആണ് എങ്കിൽ, ഇനി പ്രായപൂർത്തിയായില്ല എങ്കിൽ പോക്സോ വരും, ആണെങ്കിൽ അക്കാര്യത്തിൽ ഇടപെടാൻ ഒരു ഭാര്യയ്ക്ക് പോലും പരിമിതിയുണ്ട്. അവർക്ക് പരാതി ഉന്നയിക്കാം, ആ ആരോപണം അവരുടെ ഒരു വിവാഹമോചനത്തിനുള്ളൊരു ഉപാധിയാക്കാം, അതൊക്കെ വാസ്തവമാണ്. പക്ഷെ അതിലപ്പുറം ഇത്തരം പരാതികൾ ഉന്നയിക്കാൻ വ്യക്തിപരമായ ചില സ്വാതന്ത്ര്യങ്ങൾ തടസ്സമാകും. ഇവിടെയാണ് നമ്മൾ ഇതിനേക്കാളൊക്കെ വലിയ അർത്ഥതലങ്ങൾ ഈ വിഷയത്തിനുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ദുബായ് കേന്ദ്രീകരിച്ച് വലിയ കച്ചവട ഇടപാടുകൾ നടക്കുന്നു എന്ന് നമ്മൾ ഇതുവരെ കേട്ടതൊക്കെ ശരിവയ്ക്കുന്ന തലത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഭാര്യാഭർത്തൃ തലത്തിലുള്ള ഒരു പൊട്ടിത്തെറിയിൽ നിന്ന് മറ്റു തലങ്ങളിലേക്ക് ഇപ്പോൾ ഈ പ്രശ്നം മാറി. എന്തിനാണ് ആദ്യ ദിവസം തന്നെ തൻ്റെ ഭർത്താവിൻ്റെ കിടപ്പുമുറിയിൽ കണ്ട സ്ത്രീയുടെ ഫോട്ടോ എടുത്തത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ അയച്ചു കൊടുത്തു എന്ന് ബിന്ദു പറഞ്ഞത്? അത് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ശ്രമമല്ലേ? ഏതെങ്കിലും കച്ചവടത്തിൽ ഗണേഷ് കുമാർ അന്യായം കാണിക്കുന്നു എന്നവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമല്ലേ? ഇതിൽ KM ഷാജഹാൻ ഉന്നയിക്കുന്നൊരു ആരോപണമുണ്ട്. ഈ അന്ന് കിടപ്പുമുറിയിലുണ്ടായിരുന്ന സ്ത്രീ ഈ ബസ് ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു ഡീലിലെ ഒരു ഉദ്യോഗസ്ഥയായിരുന്നുവെന്ന്. അപ്പോൾ കമ്മീഷൻ പലരുടെ കയ്യിൽ പോകാതെ ഗണേഷിനെ ഒതുക്കാനുള്ള ശ്രമം കൂടി ബെഡ്റൂമിലെ ഒതുക്കലിനൊപ്പം ഉണ്ടായിരുന്നു എന്നൊരു ദുസ്സൂചനയും അതിലുണ്ട്. നമുക്കതിൽ കൃത്യതയുടെ ഒരു അനാലിസിസിൽ എത്താൻ കഴിയില്ല. കാരണം ഇതിൽ വ്യക്തിബന്ധങ്ങൾ ഇൻവോൾവാണ്, അഴിമതി ഇൻവോൾവാണ്, വലിയ മാഫിയകളും വലിയ പണച്ചാക്കുകളും ഒക്കെ ഉൾപ്പെട്ട ഒരു വലിയ കഥയാണ്. നമ്മുടെ ഒരു സാധാരണ നിരീക്ഷണങ്ങൾക്കപ്പുറമാണ്. സാർ, അതിലിപ്പോൾ ഇനി ഈ പത്തനാപുരത്ത് സീറ്റ് സംബന്ധിച്ച് CPM ഇതിലെന്തൊരു നിലപാടെടുക്കും? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അല്ല, അതിലൊന്നും ഈ ഗണേഷ് കുമാറിനെ ഒന്നും ബൈപ്പാസ് ചെയ്യാൻ പത്തനാപുരത്ത് CPM അതിനുള്ള ത്രാണിയില്ല. ഇടയ്ക്ക് ഒറ്റയ്ക്കും പെറ്റയ്ക്കും ഒക്കെ CPM നേതാക്കൾ പറഞ്ഞിരുന്ന ആദിത്യൻ ഈ ഗണേഷ് കുമാറിൻ്റെ മകൻ മത്സരിക്കട്ടെ എന്ന്. പക്ഷെ അതൊന്നും ഗണേഷ് കുമാർ വഴങ്ങില്ല. പെരുന്തച്ചൻ കോംപ്ലക്സ് ഇല്ലാതിരിക്കും. പണ്ട് ബാലകൃഷ്ണപിള്ളയെ നമ്മൾ കണ്ടതാണ്.
അപ്പനെ വരിഞ്ഞു മുറുക്കി മകൻ, അന്ന് അപ്പനെ കേസിൽപ്പെടുത്തിയത് ഗണേഷാണ് എന്ന് ആ കുടുംബത്തിലുള്ള പലരും പറയുന്നുണ്ട്. ഗണേഷ് കുമാർ അന്ന് മന്ത്രിയായതിന് പിന്നിൽ അപ്പനെ വെട്ടിലാക്കിയൊരു ചതിവുണ്ടായിരുന്നു. പിന്നീട് ജയിലിൽ കിടന്ന അച്ഛനെ കാണാൻ ഗണേഷ് കുമാർ പോയിട്ടില്ല. അച്ഛനെ ഗണേഷ് മർദ്ദിച്ചിട്ടുണ്ട് എന്ന് വരെയാണ് ആ കുടുംബത്തിൽ നിന്ന് വന്ന ആരോപണങ്ങൾ. അപ്പോൾ അച്ഛൻ്റെ ശാപം ഇല്ലാതിരിക്കില്ല, ഉമ്മൻചാണ്ടിയുടെ കണ്ണീരിൻ്റെ ശാപം ഉണ്ടാകാതിരിക്കില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ മകനിലേക്ക് പോകുമ്പോൾ ഈ ഒരു പെരുന്തച്ചൻ കോംപ്ലക്സ് വർക്ക് ചെയ്യും. ഒരുപാട് ശാപമുണ്ട്, അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ എല്ലാ ശാപവും എല്ലാ തോന്നിവാസങ്ങളും ഒക്കെ ഈ അഭിനയം കൊണ്ട് മറികടക്കാൻ കഴിയുമോ? പത്തനാപുരത്തുകാർ ഇത്തവണയും വലിയ ഭൂരിപക്ഷം കൊടുക്കുമെന്ന ആത്മവിശ്വാസം ഗണേശനുണ്ട്. നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിലയിരുത്താം. പക്ഷെ എന്തായാലും നമ്മൾ കേൾക്കുന്നതൊന്നും അത്ര നിസ്സാരമല്ല. അദ്ദേഹം എന്തായാലും ഒരു പണ്ടത്തെ പോലെ ഒരു സിനിമാ നടനോ സീരിയൽ നടനോ അല്ല, ഇത്രയും കോടി കേരളത്തിലെ ജനങ്ങളുടെ ഒരു മന്ത്രിയാണ്. ഏതായാലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു കുടുംബ പ്രശ്നം, വാടകത്തെ കുടുംബ വീട്ടിലെ ഒരു പ്രശ്നം എന്നുള്ളത് ഇപ്പോൾ വലിയൊരു അഴിമതി കഥകൾ പുറത്തു വരുന്നൊരു നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് വെറും ഒരു കീഴ്കൂട്ടല്ല, അതെ, അതിലപ്പുറം വലിയൊരു മാഫിയ കൂട്ടാണ്. സാറേ, ഇനി പറഞ്ഞ പോലെ നമുക്കിനി വരും ദിവസങ്ങൾ ഈ പറഞ്ഞ പോലെ നാളെയോ മറ്റന്നാളോ ഒക്കെ തന്നെ വീണ്ടും പുതിയ ആരോപണങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യത കൂടി നമുക്കിവിടെ ഇതല്ല, ഇനി വരുന്ന ആരോപണങ്ങൾ പിണറായി വിജയൻ സർക്കാരിന് ഇടപെടലും വിട്ടിലാക്കുന്നത് തെരഞ്ഞെടുപ്പിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. 2013 സംഭവിച്ചത് 2016 ഇലക്ഷനിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്തിരുന്നു. അതേ സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എല്ലാം ചരിത്രം ഒരു തനിയാവർത്തനത്തിലൂടെ പോകുന്നു. അവിടെ നമ്മൾ ഉമ്മൻചാണ്ടിയുടെ കണ്ണീരിനെ ഇപ്പോൾ തിരിച്ചറിയുന്നു. ആ മനുഷ്യ അനുഭവിച്ച മനോവ്യത ഇപ്പോൾ മനസ്സിലാക്കുന്നു. അന്ന് സോളാർ ആരോപണം ഉയർത്തിയ ഉമ്മൻചാണ്ടിക്ക് നേരെ നമ്മുടെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്, കണ്ണൂരിൽ വെച്ച് ആ നെഞ്ചത്തേക്ക് ഒരു കല്ല് വലിച്ചെറിഞ്ഞ് ചോര തെറിക്കുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ. അതൊക്കെ ഒരു മനുഷ്യൻ താങ്ങുന്നത് എങ്ങനെയെന്നുള്ള സാധാരണ കേരളത്തിൻ്റെ ഒരു സംശയം ഇപ്പോൾ കൂടുതൽ ഉച്ചത്തിൽ കേൾക്കുന്നു. അന്ന് ആ സോളാർ ആരോപണത്തെ തുടർന്ന് സ്വന്തം മകൻ്റെ വിവാഹം പോലും അന്ന് മുടങ്ങുന്ന സാഹചര്യത്തിലെത്തി ചാണ്ടി ഉമ്മൻ്റെ. ഒരു കുടുംബത്തിൽ ആ പ്രശ്നങ്ങൾ എങ്ങനെ ആഘാതമുണ്ടാക്കി എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമായിരുന്നു ഉഷ മോഹൻദാസ് എന്നോട് പറഞ്ഞു. ഈ കഴിഞ്ഞ മാസം അവരെ കാണാൻ ഈ ചാണ്ടി ഉമ്മനുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ചെന്നിരുന്നു. അവർ തമ്മിൽ സംസാരിച്ചിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ പൊട്ടി കരയുകയായിരുന്നു. അവർക്ക് ഉമ്മൻചാണ്ടി ഒരിക്കലും ഒരു സ്വസ്ഥതയില്ലാതെയാണ് മരിച്ചതെന്ന് അവർ പറയുന്നു. പുറമേക്കൊന്നും കാട്ടുന്നില്ല. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ പ്രകൃതം അങ്ങനെയാണ്, ഒരിക്കലും പുറമേക്കൊന്നും കാട്ടില്ല. ആ മനസ്സ് വലിയ വിങ്ങലോടെയാണ് കടന്നുപോയത് എന്ന് വ്യക്തം. ഏറ്റവും ഒടുവിൽ അർബുദം ബാധിച്ചാണല്ലോ ഉമ്മൻചാണ്ടിയുടെ മരണം. സംസാരത്തിന് പോലും പ്രയാസം. അപ്പോഴും ഉള്ളിൽ കിടന്ന് വിങ്ങുന്നുണ്ടാവും. തനിക്കെതിരെ ഉയർന്ന ഏറ്റവും മ്ലേച്ഛമായ ആരോപണം. ഒരു വശത്ത് ഇല്ലാത്ത കഥ ഉമ്മൻചാണ്ടിയുടെ മേൽ ആരോപിച്ച് ആ മനുഷ്യനെ, കേരളത്തിലെ മഹാഭൂരിപക്ഷം ഒരു മഹാൻ എന്നതുപോലെ കാണുന്ന ആ വ്യക്തിത്വത്തെ അപമാനിച്ചില്ലാതാക്കി, അത് ഉരുകി നരകിച്ച് ഒടുവിൽ മരണത്തിലേക്ക് കടന്നുപോയൊരു ഉമ്മൻചാണ്ടി. പക്ഷേ കേരളം അദ്ദേഹത്തെ നെഞ്ചേറ്റുന്ന ആ തിരതള്ളൽ നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ ആ മരണാനന്തര ആദരവ്, കേരളം നൽകുന്ന ഒരു ആദരവുണ്ടല്ലോ, അതിപ്പോഴും കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു മഹത്വമായി നമുക്ക് കാണാവുന്നതാണ്. പക്ഷെ അവിടെയൊക്കെ മിളച്ചതയുടെ ഈ ആരോപണങ്ങളുടെ ഈ അധ്യായം രചിച്ച ഒരു കഥാപാത്രം നമുക്കിടയിൽ ഒരു മന്ത്രിയായി ഇരിക്കുന്നുണ്ട് എന്നത് പലരെയും വേദനിപ്പിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന കാരണം. കർമ്മഫലം എന്ന് പറയാലോ, നമുക്ക് കാത്തിരുന്ന് കാണാം. അതെ, തീർച്ചയായിട്ടും. ഈ പറഞ്ഞതുപോലെ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളോ ഈ സാറ് പറഞ്ഞതുപോലെ ഉയർന്നു വരാനുള്ള സാധ്യതയും ഉണ്ട്. ഈ പറഞ്ഞതുപോലെ ഇനി അത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പത്തനാപുരത്തുകാരെങ്ങനെ ഇതിലൊരു അഭിപ്രായം അവർ എങ്ങനെ വോട്ടായി രേഖപ്പെടുത്തും എന്നുള്ളത്, അതൊക്കെ ജനാധിപത്യത്തിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യം. അതിലൊന്നും നമുക്ക് അഭിപ്രായം പറയാൻ അവകാശമില്ല. പക്ഷേ ഈ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ അതിലെ കണ്ണീരിൻ്റെ, ചതിയുടെ, കുതികാൽ വെട്ടലിൻ്റെ, ബ്ലാക്ക് മെയിലിൻ്റെ ഏറ്റവും നെറികെട്ട രാഷ്ട്രീയം ആരാണ് കേരളത്തിൽ കളിച്ചത് എന്ന് കേരളത്തിലെ നിഷ്പക്ഷ മതികളായ ജനങ്ങൾ ചിന്തിക്കട്ടെ, അവർ വിലയിരുത്തട്ടെ.